أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അപ്പോ ഇൻഷാല്ലാ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിഖാണ്. ഫിഖയിൽ ഒരൊറ്റ പേപ്പർ കൂടി നമുക്ക് നോക്കാം. ഇൻഷാല്ലാ കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞ പോലെ ദുറൂസുൽ ഇഹ്സാൻ നോക്കാം ഇൻഷാല്ലാ. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള യോജിച്ചവ ചേർത്ത് എഴുതാം. അവിടെ ഈ നമ്പർ ഇട്ട ഭാഗത്ത് അര സ്വാവ് എന്നുണ്ട്. അല്ല സോറി, ഒരു സ്വാവ് എന്നുണ്ട്. ഇപ്പുറത്ത് ഹിജ്റ 2, അതേപോലെ തന്നെ 2 ഷഅബാൻ, യംനൗ, അൽ മശ്രിഖ് വൽ മഗ്രിബ്, 2003 ലിറ്റർ. അപ്പൊ ഒരു സാഗ് എന്നുള്ളതോട് യോജിപ്പിച്ചത് ഏതാ വരിക? 2003 ലിറ്റർ. ആ. നോമ്പിന്റെ ഫർള് നോമ്പിന്റെ ഫർള് 2. ഇവിടെ ഹാഫിക്കാനി എന്ന് പറഞ്ഞാൽ എന്താ? അൽ മശ്രിഖ് വൽ മഗ്രിബ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഹാഫിക്കാൻ. സക്കാത്ത് വാജിബായ വർഷം ഹിജ്റ 2-ാം വർഷം. ഹിജ്റ 2. യഖിഫു പറഞ്ഞാല് യമൻ. നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസം അടുത്ത വിട്ട ഭാഗം പൂരിപ്പിക്കാം. വമൻ ഇഅ്തകഫ ഡാഷ് ജഅലല്ലാഹു ومن اعتكف يوما ابتغاء وجه الله تعالى جعل الله بينه وبين النار ثلاثا حنادق أبعد مما بين الحافكين. 2 قال صلى الله عليه وسلم في المعتكف داش كلها. ഉഹിബ്ബു ഡാഷ് ഫിത്ര. ഉഹിബ്ബു ഇബാദി ഇലയ്യ അജലവും ഫിത്ര. 4 മല്ലം യദ ഡാഷ് അല്ലാഹ് ഡാഷ് വ ശറാബു. എല്ലാരും പറയുന്നില്ലേ ആൻസർ? മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫൽയസ്തിൽ ലില്ലാഹി ഹാജത്തും ഫി അൻ യദ തഹാമഹു വ ശറാബഹു.
അഞ്ചാമത്തെ ഫമൻ ഷഹിദ ഡാഷ്. فمن شهد فمن منكم شهد الشهر منكم شهرا فليصمه. فليصومه. 6 ഇന്നമ സ്വതക്കാത്തു ഡാഷ് അലേഹ. إنما الصدقات للفقراء والمساكين والعالمين. إنما الصدقات ഇന്നമ സ്വതക്കാത്തു സക്കാത്തിന്റെ للفقراء അവകാശികൾ എണ്ണി പറയില്ലേ? إنما ആയത്ത്. الصدقات إنما الصدقات للفقراء والمساكين. للركاب والعاملين في إنما الصدقات للفقراء والمساكين والعاملين عليها المؤلفة القلوب وفي الرقاب والعالمين وفي سبيل الله وابن السبيل. അടുത്ത ഉത്തരം എഴുതാം. ഈത്തിക്കാഫ് എന്നാൽ എന്ത്? നിസ്കാരത്തിനുമായി നിയത്തിനേക്കാൾ കൂടുതൽ സമയം സമയം പള്ളിയിൽ താമസിക്കൽ. നിയത്തോടെ കഫാറത്ത് വാജിബാണ് ആർക്ക്? ജിമാ കൊണ്ട് റമളാൻ നോമ്പ് ഫസാദാക്കിയവന് നോമ്പ് കളാവിടൽ കഫാറത്ത് വാജിബാകുന്നു. ഖളാഉം മുദ്ദും വാജിബാണ് ആർക്ക്? കുട്ടിയുടെ മേൽ ഭയപ്പെട്ട് നോമ്പ് ഒഴിവാക്കിയ ഗർഭിണിക്കും മുലയൂട്ടുന്നവർക്കും കളാവ് വീട്ടലും ഫിദിയ മുത്തു നൽകലും വാജിബാണ്. സൗം എന്നാൽ എന്ത്? സൗമ എന്നാൽ എന്ത്? പ്രഭാതം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കലാണ്. പിടിച്ചു നിൽക്കലാണ്. അടുത്ത 3 വീതം എഴുതാം. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ 3 എണ്ണം. സാമ്രാജ്യം ചെയ്യുക, ഇന്ദ്രിയം പുറപ്പെടുക, ഇന്ദ്രിയം പുറപ്പെടുക, ഉണ്ടാക്കി ഛർദിക്കുക. സക്കാത്തിന്റെ അവകാശികൾക്കുള്ള ഷർത്തുകൾ. മുസ്ലിമാവുക, നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങൾ. വ്യായം തിങ്കൾ വ്യാഴം വ്യായം മാത്രമേ ഉള്ളൂ. അങ്ങനെ നോമ്പ് ഹറാമായ ദിവസങ്ങൾ. ഷെക്കിന്റെ ദിവസം എന്നിവയിൽ നോമ്പ് ഹറാമാണ്. എന്നാല് ദുറൂസ് ലീസ്റ്റ് അടുക്കി. ഇപ്പൊ ഫിഖ് ഏകദേശം ക്ലിയർ ആയില്ലേ? ദുറൂസ് എടുത്തോ? എടുത്ത്. എന്താ ഫസ്റ്റിലെ പാഠത്തിന്റെ പേരെന്താ? ഒരാള് ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കും. സർവലോക സൃഷ്ടാവും രക്ഷിതാവുമായ അല്ലാഹു, അവനെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്. ഈ ലോകത്തേക്ക് ഞാൻ വരുമ്പോൾ ആദ്യമായി കേൾക്കേണ്ടത് അവന്റെ പേരാണ്. ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി നാം പറയേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നാണ്. പേരാണ്. അടുത്ത പാരഗ്രാഫ് വേറെ ആള് വായിക്കും. നമ്മുടെ ഓരോ ചലനവും അവന്റെ ഇഷ്ടവും പ്രീതിയും
നേടാനുള്ളതാവണം. അവൻ നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടായിരിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുന്നത്. ഉറക്കം, ഉണർച്ച, അനക്കം, അടക്കം, സംസാരം, ചിന്ത, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം മുതലായവയെല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയുള്ളതാകാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ഈമാൻ മാധുര്യം അനുഭവിക്കുക. അടുത്ത പാരാഗ്രാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സലാസുൻ മൻ കുന്ന ഫി വജദ ഹലാവത്തൽ ഈമാൻ അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വഅൻ യുഹിബ്ബ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലല്ലാഹ് വഅൻ യക്റഅ അൻ യഖൂദ ഫിൽ കുഫ്രി കമാ യക്റഅു അൻ യുഖ്സഫ ഫിന്നാർ. ഇനിയുണ്ട് പാരാഗ്രാഫ്. അടുത്ത വേറെ ആൾ വായിക്ക്. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അദ്ദേഹം ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു. 1. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുക. 2. അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക. 3. അവൻ തീയിൽ എറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നുവോ അതിനേക്കാൾ കാഫിറായി പോകുന്നതിനെ വെറുക്കുക. ഇനിയുണ്ടോ ഈ പാഠത്തിൽ പാരാഗ്രാഫ്? വേറെ ആള് വായിക്ക്. ഉന്നതിയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളവനും എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനുമാണവൻ. അവന്റെ വിശേഷണങ്ങൾ ഒന്നും സൃഷ്ടിയല്ല, ആദ്യമേ ഉള്ള. അവൻ എല്ലാറ്റിലും ഒരുവനാണ്. അവന്റെ വിശേഷണങ്ങൾ പോലെയുള്ളവ ഒന്നും സൃഷ്ടികൾക്കില്ല. കഴിഞ്ഞോ? ഇല്ല. വായിക്ക്. അവൻ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും കാണുകയും കേൾക്കുകയും ചെയ്യും. അവന്റെ കേൾവിയും കാഴ്ചയും ഒരു അവയവമാദ്യമായിട്ടല്ല, അതിന് ദൂരപരിധിയുമില്ല. അവൻ സർവശക്തനും സർവജ്ഞാനിയുമാണ്. അവൻ നൽകുന്ന കഴിവ് കൊണ്ട് മാത്രമാണ് സർവ സൃഷ്ടികളും പ്രവർത്തിക്കുന്നത്. പാഠം കഴിഞ്ഞോ? വായിക്ക്. ഇനി എത്ര പാരാഗ്രാഫ് ഉണ്ട്? 1. ഒരാൾ വായിക്ക്. ഒരു സൃഷ്ടിക്കും അവൻ കഴിവ് നൽകാതെ ഒന്നും ചെയ്യാനോ വിചാരിക്കാൻ പോലുമോ കഴിയുകയില്ല. തീക്ക് കരിക്കാനും കത്തിക്ക് മുറിവേൽപ്പിക്കാനും വെള്ളത്തിന് ദാഹം മാറ്റാനും മഴക്ക് വിത്തുകൾ മുളപ്പിക്കാനും സ്വയം കഴിയുന്നതല്ല. അവൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ അള്ളാഹുവിനെ പറ്റി ഉള്ള പാഠം അല്ലേ? നമുക്ക് കുറെ അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ? ഞാൻ മെയിൻ ആയിട്ട് സലാസും മൻകുന്ന ഹലാവത്തുൽ ഈമാനി أن يكون الله ورسوله أحب إليه مما سواهما وأن يحب مرء لا يحبه إلا الله وأن يكره أن يعود في الكفر كما يكره أن يقذف في النار. ഇതാണ് ഇപ്പൊ അതില് കാര്യമായിട്ട് പഠിക്കാനുള്ളത് അല്ലേ? നമുക്ക് കുറച്ച് അറിയാത്തൊരു കാര്യം ഇതാണ്. പിന്നെ അപ്പൊ അതിന്റെ തെദ്രിബാത്ത് അല്ലേ? ചോദ്യോത്തരം ഒന്ന് വായിക്ക്. ചോദ്യം. ഞാൻ ആദ്യമായി കേൾക്കുന്നത് എന്താണ്? അല്ലാഹു. അല്ലാഹു അല്ലേ? അടുത്ത ചോദ്യം. നാം അവസാനമായി പറയേണ്ടത് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടുത്ത ചോദ്യം. നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവും എപ്പോൾ. അവൻ നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുക. ഈമാനിന്റെ മാധുര്യം എത്തിക്കുന്ന 3 കാര്യങ്ങളേവ? 1. അല്ലാഹുവിനെയും റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുക. അല്ലാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക. അവനെ തീയിൽ എറിയുന്നത് എത്ര വെറുക്കുന്നോ അതിനേക്കാൾ കാഫിറായി പോകുന്നതിനെ വെറുക്കുക. ഇത് ആ അറബി അതിന്റെ അർത്ഥം എല്ലാരും കാണാൻ പഠിച്ചല്ലേ? അടുത്ത ചോദ്യം എന്താ? കാണപ്പെടുന്നവനെ കേൾക്കുന്നവൻ ഇനിയുണ്ടോ ചോദ്യം? ഹദീസ്. പൂർത്തിയാക്കാം. പൂർത്തിയാക്കി.
പൂരിപ്പിക്കാം. സലാസുൻ മൻകിൻ ജലാസു മൻകുഞ്ഞ ഫീ വജദ വജദ ഹലാവത്തെ ഹലാവത്തെ ഈമാൻ ഈമാൻ അൻ യകൂന അല്ലാഹ വറസൂലുഹു മിമ്മാ സിവാഹുമ അഹബ്ബ ഇലൈഹി മിമ്മ സിവാഹുമ അലാ വഅൻ യുഹിബ്ബൽ മർഅ ല യുഹിബ്ബു ലില്ലാഹില്ലാഹി വഅൻ യക്റഹ ലഹു ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. ഇനിയില്ലേ പൂരിപ്പിക്കാം? ഇല്ല. ഇല്ല. നമുക്ക് എഴുതാം. അള്ളാഹുവിന്റെ അടുത്ത വിശേഷണങ്ങൾ പാഠം. അള്ളാന്റെ വിശേഷണങ്ങൾ ഈ പാഠത്തിലുണ്ടോ? ഇല്ലല്ലോ. ഉണ്ട്. ഉണ്ട്. ഉണ്ടോ? ആ എത്ര ഉണ്ട്? 10. ആ 8. ആള് കാണാതെ പറഞ്ഞേ. ഉന്നതരുടെ എല്ലാ ഗുണങ്ങളും ഉള്ളവനും എല്ലാ ന്യൂനതകളിൽ നിന്ന് ശുദ്ധമായവനും അവന്റെ വിശേഷണങ്ങളൊന്നും ചില അതിലുള്ളതാണ്. അവൻ എല്ലാറ്റിലും ഒരുവനാണ്. അവന്റെ വിശേഷണങ്ങൾ നിറയുള്ള ഒന്നും ഭൂമിയിലില്ല. അവൻ കാണപ്പെടുന്നതും കാണപ്പെടുകയും ചെയ്യും. അവന്റെ അവൻ കേൾവിയും കാഴ്ചയും പ്രാപ്തിയുമാദ്യമല്ല. അതിന് ദൂരപരിധിയില്ല. അവൻ സർവശക്തനും സർവജ്ഞാനിയുമാണ്. അവൻ സർവശക്തൻ സർവജ്ഞാനൻ. അവൻ നൽകുന്ന കഴിവ് കൊണ്ട് മാത്രം അവൻ കാണപ്പെടുന്നതും കേൾക്കുന്നതും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അതിന്റെ ഇത് കഴിഞ്ഞില്ലേ? തദ്രീബാത്ത് കഴിഞ്ഞു. അടുത്ത പാഠത്തിന്റെ പേരെന്താ? അസ്സിറാത്തുൽ മുസ്തഖീം. ആ പാഠവും അതിന്റെ തദ്രീബാത്ത് പെട്ടെന്ന് ഒന്ന് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ വിടും. ഒരാൾ അയച്ചാൽ മതി. ഒരാൾ പെട്ടെന്നൊന്ന്. കോമഡി. അയ്യോ, പാഠം കൊണ്ടിട്ടില്ലേ? തദ്രീബാത്ത്. ഓക്കെ, മതി. ഒരു അക്കൗണ്ടില് ഒന്നിലധികം ആളുകളുണ്ട്. ഒരു ഗൂഗിൾ മീറ്റിൽ തന്നെ ഒരുമിച്ച് നമ്മളെ ക്ലാസ്സിൽ ഒന്നിലധികം ആൾക്കാർ ഒരുമിച്ചിരിക്കുന്നുണ്ടോ? അല്ലേ? സംസാരം അങ്ങനെ തോന്നുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ അറിയില്ല. അത് വിരുന്നൊക്കെയാണോ? വിരുന്നൊന്നും കിട്ടിയോ? ഈ ക്ലാസ്സിലുള്ള പോലെ തന്നെ അല്ലേ? അല്ലാത്തോലല്ലോ. 7 ക്ലാസ്സിലുള്ള പോലെ തന്നെ അല്ലേ? വേറെ സംസാരം ഇല്ലല്ലോ. കുഴപ്പമില്ല. അപ്പൊ സിറാത്തുൽ മുസ്തഖീം അല്ലേ? അതൊന്ന് ഒരാൾ വായിക്കി. ഫസ്റ്റത്തെ പാരഗ്രാഫ്. 5 വക്ത് നിസ്കാരങ്ങളിലായി നിത്യവും 17 പ്രാവശ്യം നിർബന്ധമായി നാം നടത്തേണ്ടുന്ന ഒരു ദുആ ഉണ്ടല്ലോ. അത് ഏതാണെന്ന് അറിയാമോ? അത് ഏതിന് സിറാത്തുൽ മുസ്തഖീം എന്നാണ്. നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ എന്നാണ് സാരം. എന്താകുന്നു ഈ മാർഗം? ഫാത്തിഹയിൽ തന്നെ അതിന്റെ ലഘു വിശദീകരണം ഉണ്ട്. നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. നീ കോപിച്ചവരുടെയോ പിയപ്പിച്ചവരുടെയോ വഴിയല്ല. ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ? സൂറത്തുൻ നിസാഇൽ അള്ളാഹു വിശദീകരിക്കുന്നു. നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ. അടുത്തൊരു ഒരാളെ വായിക്കി. അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിന്റെ വഴിയിൽ ഉറച്ചു നിന്നവരാണ് സിദ്ദീഖുകൾ. സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ. കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. അടുത്ത വേറെ ഒരാൾ വായിക്കി.
തന്നെ അറിയാൻ ഈ ഈ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളിലേക്ക് നോക്കാൻ വിസ്മയങ്ങളിലേക്ക് അല്ലാഹു നോക്കാൻ അള്ളാഹുവിനെ ആഹ്വാനം ചെയ്തു. എന്നാൽ ഒരു എന്നാൽ വിശ്വാസിക്ക് സിറാത്തുൽ മുസ്തഖീം ഗ്രന്ഥമായി മനസ്സിലാക്കാൻ മുകളിൽ പറഞ്ഞ മഹത്തുകളോട് ചേർന്നു നിൽക്കാൻ അള്ളാഹു പഠിപ്പിച്ചത്. ഈ മഹത്തുകളാണ് അള്ളാഹുവിന്റെ ദീൻ സമൂഹത്തെ പഠിപ്പിച്ചത്. ഉറച്ച ഈമാനോടെ ആത്മാർത്ഥമായി ഇൽമിലും ഇബാദത്തിലും മുഴുവൻ ജീവിച്ച ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ഉടമകളാണവർ. അടുത്ത വേറെ ആള്. സിറാത്തുൽ മുസ്തഖീമിന് എതിരെ പുതിയ വാദഗതികളുമായി വിഘടിത ചേരികൾ രംഗത്ത് വരുമെന്ന് അവരെ സൂക്ഷിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികൾക്ക് മുന്നിൽ ഒരു നേർരേഖ വരച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് അള്ളാഹുവിന്റെ മാർഗം. ശേഷം അവരുടെ ഇരുവശത്തായി ഒരുപാട് വരകൾ വരച്ചുകൊണ്ട് പറഞ്ഞു, ഇതെല്ലാം പല വഴികളാണ്. ഈ വഴികളിൽ തന്റെ ഭക്ഷ്യത്തേക്ക് ക്ഷണിക്കുന്ന പിശാച് തന്റെ നിൽക്കുന്നുണ്ട്. പക്ഷത്തേക്ക് ക്ഷണിക്കുന്ന പിശാച് നിൽക്കുന്നുണ്ട്. അടുത്തൊരാൾ പോയിട്ട്. സഹാബികളിൽ കൂടി ഇസ്ലാം എത്തിയ കേരളത്തിലും അള്ളാഹു അനുഗ്രഹിച്ചവർ കൈമാറിയ നേർമാർഗത്തിന്റെ തുടർച്ച കാണാം. സാദത്തുമാരും മഹ്ദൂമുമാരും മറ്റും ഇതിന് നേതൃത്വം നൽകി. ജീവിതം കൊണ്ട് മാതൃക കാണിച്ച ഈ മഹാന്മാരുടെ പിൻഗാമികളാണ് 20 നൂറ്റാണ്ടിൽ സിറാത്തുൽ മുസ്തഖീം ജനങ്ങളെ പഠിപ്പിക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ചത്. സമസ്തയുടെ പണ്ഡിതന്മാർ മുൻഗാമികളെ പോലെ തങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ യാഥാർത്ഥ്യ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും സിറാത്തുൽ മുസ്തഖീമും പുതിയ തലമുറക്ക് കാണിച്ചു കൊടുത്തു. അവരുടെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോ നീ നിത്യവും ദുആ ചെയ്യൽ വാജിബായ ദുആ ഏത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം ഏതാകുന്നു? നീ അനുഗ്രഹിച്ച വഴിയാണ്, നീ കോപിച്ചവരുടെ വഴിയല്ല. സിദ്ദീഖുകൾ ആരാകുന്നു? പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ശുഹദാ ആരാകുന്നു? സത്യവിശ്വാസത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ. സ്വാലിഹുകൾ ആരാണ്? അള്ളാഹുവിനെ അറിയാൻ എന്ത് വേണം? ഈ പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളിലേക്ക് നോക്കണം. സിറാത്തുൽ മുസ്തഖീം മനസ്സിലാക്കാൻ എന്ത് വേണം? എന്നാൽ ഒരു വിശ്വാസിക്ക് സിറാത്തുൽ മുസ്തഖീം കൃത്യമായി മനസ്സിലാക്കാൻ മുകളിൽ പറഞ്ഞ മഹത്തുക്കളോട് ചേർന്ന് നിൽക്കണം. സമൂഹത്തിൽ ആത്മാർത്ഥ ഇൽമിലും ഇബാദത്തിലും മുഴുകി ജീവിച്ച ഉത്കൃഷ്ട സ്വഭാവ ഉടമകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി എന്ത്? സിറാത്തുൽ പുതിയ വാദഗതികളുമായി വിഘടിത ചേരികൾ രംഗത്ത് വരുമെന്നും അവരെ സൂക്ഷിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്തുൽ മുസ്തഖീമിനെ കാണിച്ചു കൊടുത്തു. എങ്ങനെ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർരേഖ വരച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് അല്ലാഹുവിന്റെ മാർഗ്ഗം. ആ വരയിലേക്ക് ഒരുപാട് വരകൾ വരച്ചുകൊണ്ട് പറഞ്ഞു, ഇതെല്ലാം പല വഴികളാണ്. ഈ വഴികളിലെല്ലാം തന്റെ പക്ഷത്തേക്ക് ക്ഷണിക്കുന്ന ഈ പിശാച് നിൽക്കുന്നുവെന്ന് വഴികളിലെല്ലാം തന്റെ പറഞ്ഞു. പക്ഷത്തേക്ക് ക്ഷണിക്കുന്ന പിശാച് നിൽക്കുന്നുണ്ട്. കേരളത്തിലെ ഈ സിറാത്തുൽ മുസ്തഖീം എത്തിയ ആരിലൂടെ? സ്വഹാബികളിൽ കൂടി. സഹാബികളിൽ കൂടി അല്ലേ? ഹിജ്റ എത്രന്റെ മുമ്പ് എത്തിയെന്നാണ് കേരളത്തില്? 20ാം നൂറ്റാണ്ടിലെ സിറാത്തുൽ മുസ്തഖീം ജനങ്ങൾ. അതല്ല, നമ്മുടെ താരീഖില് പറഞ്ഞില്ലേ ഹിജ്റ എത്രന്റെ മുമ്പ് എത്തി കേരളത്തില്? ഹിജ്റ എത്രക്ക് ശേഷമാണ് പിന്നെ പുള്ളിയൊക്കെ ഉണ്ടായത്? അറബി അക്ഷരം. 60-ന് ശേഷം. പക്ഷെ ഇവിടെ നമ്മളെ കണ്ണൂര് നിലാമുറ്റം എന്ന സ്ഥലത്ത് അല്ലേ സാബിയുടെ ഖബറുണ്ട്. അവിടൊക്കെ ഉള്ള ചില പിന്നെ ഖബർ മീതാങ്കല്ലിമേലൊക്കെ എന്തുണ്ട്? പുള്ളിയില്ലാത്ത അറബി ലിപികളൊക്കെ ഉണ്ട് അല്ലേ? അടുത്ത ചോദ്യം, സമസ്തയുടെ ഉലമാക്കൾ എന്ത് ചെയ്തു? സമസ്തയുടെ പണ്ഡിതന്മാർ മുൻഗാമികളെ പോലെ തങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ പുതിയ തലമുറക്ക് കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മുന്നറിയിപ്പ് എന്തായിരുന്നു? സിറാത്തുൽ മുസ്തഖീമിനെതിരെ പുതിയ വാദപ്രതികളുമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നമ്മള് ദിവസം എത്ര വട്ടം പറയും നിർബന്ധമായിട്ട്? 17 പ്രാവശ്യം. 17 പ്രാവശ്യം അല്ലേ? ഇതില് പിന്നെ നമുക്ക് അറബി ഒന്നും അങ്ങനെ കാണാൻ പഠിക്കാനൊന്നും ഇല്ല അല്ലേ? ആയത്ത് ഹദീസൊന്നും ഇല്ല. പക്ഷെ പിന്നെ പ്രവാചകന്മാർ സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞ ആരാണ്? പിന്നെ ശുഹദാ ആരാണ്? സിദ്ദീഖുകൾ ആരാണ്? നബിമാർ. നബിമാർ. അതിന്റെയൊക്കെ നിർവചനങ്ങളാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ. അതൊക്കെ നമുക്ക് അറിയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഓരൊക്കെ ആരാണെന്നുള്ള ഒരു രൂപം അല്ലേ? അതില് നമ്മൾക്ക് അറിയുന്ന ആ രൂപത്തിൽ മാത്രമല്ല, അതിലേക്ക് ഈ ഒരു പ്രയോഗം കൂടി വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മളങ്ങോട്ട് എഴുതിയാൽ മതി. ചിലപ്പോ എല്ലാവർക്കും ഇതേപോലെ തന്നെ വാക്ക് മനസ്സിലാക്കുന്നത്. ആരാപ്പ നബിമാര് അതാ സ്വാലിഹ്യങ്ങളൊക്കെ ബുക്ക് വായിക്കാതെ നമുക്കറിയാലോ. ആ ഒരു നമുക്കുള്ള ഒരു അറിവും ഇതിപ്പോ ഈ പിന്നെ നമ്മൾ ആ ഒരു വാക്കിലൂടെ ഈ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണെങ്കിൽ അടുത്ത പാഠം അതേപോലെ നോക്കി ഒരാള് ക്ലിയർ ആയിട്ട് പാടും തദ്രീബാത്തും. മൂന്നാമത്തെ പാഠം ആ ഒരാൾ വായിക്ക്. അൽ ഇത്തിബാഉ അല്ലേ? ഒരാൾ വായിക്ക്. ഒരാൾ വായിക്ക്. ഫസ്റ്റത്തെ പേര് അള്ളാഹുവിന്റെ കലാമാണല്ലോ വിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ വിശദീകരണമാണ് നബിചര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബികളും അവരിൽ നിന്ന് താബിഈകളും അവരിൽ നിന്ന് പിൽക്കാല മുഅ്മിനീങ്ങളും ദീൻ പഠിച്ചു. ഇങ്ങനെ പരമ്പരാഗതമായ വിശുദ്ധ ദീൻ നമ്മിൽ എത്തിച്ചേർന്നത്. വേറൊരാൾ വായിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറഖതു ഫീകും അംറൈനി ലൻ തളില്ലു മാ തമസ്സകതും ബിഹിമാ കിതാബുല്ലാഹി വസുന്നതുഹു വറസൂലുഹു. രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ബാക്കി വെച്ചാണ് ഞാൻ പോകുന്നത്. അവ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴി പിഴക്കില്ല. ഒന്ന് അല്ലാഹുവിന്റെ കിതാബും മറ്റൊന്ന് നബിചര്യയും.
അടുത്ത വേറെ ആൾ വായിക്ക്. നബിസ്വല്ലല്ലാഹുവിൽ നിന്ന് ദീൻ പഠിച്ചവരാണല്ലോ സഹാബാക്കൾ. അവർ അവരുടെ പിൻതലമുറക്കാരും അവർ ശേഷമുള്ളവർക്കും ദീൻ പഠിപ്പിച്ചു കൊടുത്തു. മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഖുർആനിലെയും ഹദീസുകളിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചു. അങ്ങനെ കർമ്മപരമായ ഹനഫി, മാലിക്കി, ഷാഫിഈ, ഹംബലി എന്ന 4 മദ്ഹബുകളും വിശ്വാസപരമായ അശരി, മാതുരിദി എന്നീ 2 ത്വരീഖത്തുകളും രൂപപ്പെട്ടു. അടുത്തൊരാൾ വായിക്ക്. ലോക മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷവും വിശ്വാസത്തിലും കർമ്മത്തിലും ഈ സരണികളെ പിൻപറ്റുന്നു. ഇത് മുറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന ഈ സഞ്ചാരികളാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ യഥാർത്ഥ രൂപം. ഈ സരണികളാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ യഥാർത്ഥ രൂപം. അടുത്ത പാരാഗ്രാഫ് നോക്കി. കർമ്മശാസ്ത്രത്തിലെ 4 മദ്ഹബും വിശ്വാസപരമായുള്ള 2 ത്വരീഖത്തും പറ്റുന്നവർ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നും അല്ലാത്തവർ അഹ്ലുൽ ബിദ്അഹി വൽ ളലാല എന്നും അറിയപ്പെടുന്നു. കേരള മുസ്ലിങ്ങൾ ബഹുഭൂരിഭാഗവും ഷാഫി മദ്ഹബും അശ്അരി ത്വരീഖത്തും പിൻപറ്റുന്നവരാണ്. അടുത്തൊരാൾ വായിക്ക്. ഖുർആനും ഹദീസും തോന്നിയ പോലെ വ്യാഖ്യാനിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യരുത്. സജ്ജനിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചത് പോലെയാണ് ദീൻ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ കാലശേഷം നിങ്ങൾ ജീവിക്കുന്ന പക്ഷം നിരവധി അഭിപ്രായ ഭിന്നതകൾ കാണും. അപ്പോൾ നിങ്ങൾ എന്റെ ചര്യയും സന്മാർഗികളായ ഖുലഫാഉകളുടെ ചര്യയും പിൻപറ്റണം. അവ നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്ത്, സജ്ജനരായ മുൻഗാമികൾ എന്നിവരെ പിന്തുടർന്ന് സർവ്വഗതിയിൽ പ്രവേശിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ലിത്തിബാ അല്ലെ, നബിമാരെ, സച്ചരിതരായ ആളുകളെ, നല്ല മുൻഗാമികളായ ആളുകളൊക്കെ പിൻപറ്റാനാണ് പറഞ്ഞത്. നമ്മൾ 5ാം ക്ലാസ് വിശദമായിട്ട് പഠിച്ചതാണ് 4 മദ്ഹബിന്റെ 5ാം ക്ലാസ്സിലെ താരീഖില് നമ്മൾ പഠിച്ചതാണ്. 4 ഇമാമികൾ, അവരുടെ ജനനം, അവരുടെ വഫാത്ത്, അപ്പൊ ആ 4 മദ്ഹബുകളെ പേരുകളും അതേപോലെ 2 ത്വരീഖത്ത് അല്ലെ, വിശ്വാസപരമായ 4 മദ്ഹബുകൾ ഏതൊക്കെ? നമ്മളേത് മദ്ഹബാ? ഷാഫി. പിന്നെ വിശ്വാസപരമായ 2 മദ്ഹബുകൾ ഏതൊക്കെ? അതെ, ത്വരീഖത്ത് എന്ന് പറയാം. അശ്അരി മാതുരിദി. ഈ 4 ഏതെങ്കിലും ഒരു മദ്ഹബിനെയും ഈ 2 ത്വരീഖത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെയും എന്ത് ചെയ്യണം? നമ്മൾ സ്വീകരിച്ചിരിക്കണം അല്ലെ, നമ്മൾ വിശ്വസിക്കണം. നമ്മളെ ത്വരീഖത്ത് ഏതാ? അശ്അരി. ശരി. തറക്തു ഫീക്കും ഡാഷ് അംറൈനി ലം തദുല്ലു മാ തഖദ്ദം ബിഹിമാ കിതാബുല്ലാഹി വറസൂലിഹി. അതിന്റെ അർത്ഥം എന്താ? 2 കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ബാക്കി വെച്ചാണ് ഞാൻ പോകുന്നത്. ആ മുറിക്ക് പിരിയുന്ന കാലത്തോളം നിങ്ങൾ കേൾക്കില്ല. ഒന്ന് അല്ലാഹുവിന്റെ കിതാബും മറ്റൊന്ന് നബി സരിയും. എന്താ നബിചര്യ എന്താന്നാണ്? ഖുർആനിന്റെ വിശദീകരണം. ഖുർആനിന്റെ വിശദീകരണമാണ് ഏത്? നബിചര്യ. ദീൻ നമ്മിലേക്ക് എത്തിയത് എങ്ങനെ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹാബികളും അവരിൽ നിന്ന് താബികളും അവരിൽ നിന്ന് പിൽക്കാലത്തെ മുൻഗാമികളും ദീൻ പഠിച്ചു. ഖുർആൻ, ഹദീസ് എന്നിവയിൽ നിന്ന് നിയമങ്ങൾ ക്രോഡീകരിച്ചു ആര്? മുജ്തഹിദുകളായ പണ്ഡിതന്മാർ. ബാങ്ക് കൊടുക്കും. അല്ലാഹു. وبعثه مقام محمود يوم القيامة إنك لا تخلف الميعاد. അഹ്ലുസുന്നത്തി വൽ ജമാഅ ആരാകുന്നു? കർമ്മശാസ്ത്രത്തിലെ നാലിലൊരു മദ്ഹബും വിശ്വാസപരമായ രണ്ടിലൊരു ത്വരീഖത്തും അഹ്ലുൽ ബിദ്അ വൽ ദലാല ആരാകുന്നു? കർമ്മശാസ്ത്രത്തിന്റെ നാലിലൊരു മദ്ഹബും വിശ്വാസപരമായുള്ള രണ്ടിലൊരു ത്വരീഖത്തും ദീൻ മനസ്സിലാക്കേണ്ട രൂപം. മുജ്തഹിദ്. സജ്ജരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെയാണ് ദീൻ മനസ്സിലാക്കേണ്ടത്. തുർമുദി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിന്റെ അർത്ഥം എന്താ? രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ബാക്കി വെച്ചാണ് ഞാൻ പോകുന്നത്. അവ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴി പിഴക്കില്ല. ഒന്ന് അള്ളാഹുവിന്റെ കിതാബും മറ്റൊന്ന് നബിചര്യയും. ഇതല്ലല്ലോ തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നിങ്ങൾ ജീവിക്കുന്ന പക്ഷം നിരവധി അഭിപ്രായ ഭിന്നതകളും കാണും. അപ്പോൾ നിങ്ങൾ എന്റെ ചര്യയും സന്മാർഗികളായ ഖുലഫാകളുടെ ചര്യയും പിൻപറ്റണം. അവ നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം.
ആ അതിന്റെ അറബി ഉണ്ടോ? ഇല്ലല്ലോ പാഠത്തില്. ഇല്ല. ഇല്ല. അടുത്ത പാഠം ഒന്ന് വായിക്കും. ഒരാള് അപ്പൊ വായിക്കും ചെയ്യും. ഒറ്റാളെ വെച്ചാൽ മതി. ഒരാളെ പാഠത്തെ തിരികാത്തൊന്നായിരിക്കും. ഒരാൾ വായിച്ചു തുടങ്ങിയത് ഫസ്റ്റത്തെ പാരഗ്രാഫ്. അള്ളാഹു തആല ബഹുമാനിച്ച വ്യക്തികൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, സമയങ്ങൾ മുതലായവയെല്ലാം ബഹുമാനിക്കൽ ഈമാൻ ശരിയാവാനുള്ള നിബന്ധനകളിൽ പെട്ടതാണ്. അള്ളാഹു തആല പറഞ്ഞു, വമൻ യുഅള്ളിം ശഅائറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ദീനിന്റെ ശഅائറുകളെ ആദരിക്കൽ കൽബിന്റെ തഖ്വയിൽ പെട്ടതാണ്. സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തെ ശബ്ദത്തേക്കാൾ ശബ്ദം ഉയർത്തുകയോ ഉച്ചത്തിൽ നബിയോട് സംസാരിക്കുകയോ ചെയ്യുന്നത് അള്ളാഹു നിരോധിച്ചിട്ടുണ്ട്. അമലുകൾ നിഷ്ഫലമാകാൻ അത് കാരണമാകും. വഫാത്തിന് ശേഷവും ഈ മര്യാദ തങ്ങളോട് പാലിക്കൽ നിർബന്ധമാണ്. അടുത്ത പാരഗ്രാഫ് ഒരാൾ വായിക്കും. ആദരിക്കപ്പെടേണ്ടവയിൽ ഏറ്റവും പ്രധാനമായതാണ് വിശുദ്ധ ഖുർആൻ. നിയമമില്ലാതെ അത് തൊടുന്നത് പോലും ഹറാമാണ്. ഉയർന്ന സ്ഥലത്ത് വെക്കുക, അതിനു മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക, പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക തുടങ്ങിയവ ഖുർആനിന്റെ വന്ദിക്കുന്ന രൂപങ്ങളാണ്. അടുത്ത ഒരാൾ വായിക്കും. അടുത്ത പാരഗ്രാഫ്. മലക്കുകൾ, അമ്പിയാ, ഔലിയാ, ആലിമുകൾ, സയ്യിദുമാർ, പരിശുദ്ധ നാമങ്ങൾ, ഗ്രന്ഥങ്ങൾ, പള്ളികൾ, പ്രത്യേക മാസങ്ങൾ, ദിവസങ്ങൾ, സ്ഥലങ്ങൾ തുടങ്ങിയവയെല്ലാം ബഹുമാനിക്കപ്പെടേണ്ടവയാണ്. മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുതിർന്നവർ മുതലായവ ആദരിക്കുകയും അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും അവർക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യണം. അടുത്ത പാരഗ്രാഫ് ഒരാൾ വായിക്കും. നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. ഹദീസിൽ വന്നിട്ടുണ്ട്, നബിമാർ, മലക്കുകൾ എന്നിവരുടെ പേരുകൾ കേൾക്കുമ്പോൾ അലൈഹിസലാം എന്ന് പറയലും സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയലും ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് എന്ന് പറയലും അവരോടുള്ള ആദരവിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. അത് അനിവാര്യമാണ്. ബാങ്ക് കേൾക്കുമ്പോൾ ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ച് ബാങ്കിന് ഇജാബത്ത് ചെയ്യണം. അടുത്തൊരാൾ വായിക്കും. പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കി ഭൗതിക സംസാരം ഒഴിവാക്കുക, ശബ്ദം താഴ്ത്തി സംസാരിക്കുക മുതലായവ പള്ളിയെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. ഭക്ഷണം, വെള്ളം, സമ്പത്ത് തുടങ്ങിയ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യൽ അവയെ ആദരിക്കുന്നതിൽ പെട്ടതാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരലുകൾ ഊന്നലും പാത്രം തുടച്ച് കഴിക്കലും താഴെ വീണ ഭക്ഷണം എടുത്ത് അഴുക്ക് നീക്കി കഴിക്കലും നബി ചര്യയിൽ പെട്ടതാണ്. അത് പിശാചിന് അഴുക്ക് നീക്കി കഴിക്കലും നബിചര്യയിൽ പെട്ടതാണ്. അത് പിശാചിനെ ഒഴിച്ചിട്ട് കൊടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അള്ളാഹും റസൂലും ആദരിക്കാൻ കൽപ്പിച്ചവരെ ആദരിക്കാനും അതുവഴി സ്വർഗത്തിൽ പ്രവേശിക്കാനും സ്വർഗം നേടാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉസ്താദ്, നമുക്കിത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്താലോ? അല്ലെ, അത് എന്താ അറിയോ, ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി വായിക്കാൻ ഒരു അവസരമാവില്ല വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത്. അപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. എല്ലാ പാടും ഇങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ വായിച്ചു പോവുകയാണെങ്കിലേ ഒന്നും കൂടി നിങ്ങൾക്ക് വായിക്കാനും പിന്നെ അപ്പൊ ഒന്നും കൂടി എല്ലാ കാര്യങ്ങളും ഓർമ്മയ്ക്ക് വരാനും മറന്നുപോയ ഏതെങ്കിലും വാക്കുകളൊക്കെ ഒന്നും കൂടി ഒന്ന് ഉച്ചരിക്കുമ്പോഴേ എഴുതാനൊക്കെ ഒന്നും കൂടി ഒരു ഉപകാരമാവൂലേ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച്. ഇൻഷാ അല്ലാഹ് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചർച്ച ചെയ്താൽ നമുക്ക് ദിവസങ്ങൾ ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ ഇങ്ങനെ അത് വിചാരിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായം പോലെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം എന്നാലും ഇന്ന് അല്ലേ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം നമുക്ക്. ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോഴേ നമുക്ക് പിന്നെ ഏതെങ്കിലും ഉത്തരം കിട്ടാത്തത്, ഏതെങ്കിലും ചില വാക്ക് വായിക്കാൻ കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു സംഗതി വായിക്കുമ്പോൾ ആ കാര്യം നമ്മളെ മനസ്സിൽ പതിയും, വായിക്കുക എഴുതുക ഒക്കെ ചെയ്യുമ്പോൾ. അപ്പൊ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി പാഠങ്ങൾ നാളെ നിങ്ങളുടെ അഭിപ്രായം പോലെ
ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ നാളെ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇന്നൊന്ന് ഏതായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. പിന്നെ ഇതിൽ തീരെ വായിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ നോക്കണം ഇൻഷാ അല്ലാഹ്. അതേപോലെ ഗ്രൂപ്പിലെ എല്ലാവരും പേരും സ്ഥലവും എഴുതി വിടണം. എന്നാ പിന്നെ ആരോ വായിക്കാത്ത അല്ലെങ്കിൽ ആരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴൊക്കെ ഒന്ന് പറയാനൊക്കെ പറ്റുമല്ലോ. ആരോ ആളെ പേരൊന്നും അറിയാത്തോണ്ടേ ഗൂഗിൾ അക്കൗണ്ടിലൊക്കെ പിന്നെ ഉമ്മാന്റെ പേരോ ഉപ്പാന്റെ പേരോ അല്ലെങ്കിൽ മൂത്ത ആൾക്കാരെ പേരൊക്കെ കേൾക്കാറ്. ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അവനവന്റെ പേരും സ്ഥലവും ഒന്ന് എഴുതി വിട്ടാൽ എന്നാൽ എല്ലാവരും ഒന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മള് പിന്നെ എന്തായാലും ഈ ഒരു പിന്നെ ബന്ധം നില പോകാനും നമ്മളിപ്പോ പരിചയപ്പെട്ടില്ലേ, അപ്പൊ അതിനൊക്കെ ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ എഴുതി വിടണമെന്നില്ല, ക്ലാസ് കഴിഞ്ഞിട്ട് മതി. നമ്മൾ 7:53 നോക്കുക. അപ്പൊ നോക്കി ദുറൂസുൽ ലിസാന്റെ ഒരു പിന്നെ പേപ്പർ ഞാൻ ഗ്രൂപ്പിൽ അയച്ചു. നോക്കി ഇപ്പൊ എഴുതി അയച്ചാലും ഇനിയിപ്പോ പിന്നെ സേവ് ചെയ്തിട്ടൊക്കെ അല്ല ആരാന്നൊക്കെ ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ നോക്കി ചേർത്തി എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുർസലുകൾ, വിവാഹം, നന്ദിയുള്ള കൽബ്, 10,000 കോടി, നബിചര്യ. ഒന്നാമത്തെ ചോദ്യം ഖുർആനിന്റെ വിശദീകരണമാണ് നബിചര്യ. നബിചര്യ അല്ലെ. അപ്പൊ നമ്മളെ രണ്ടാമത്തെ പാഠത്തിൽ അല്ലെ, സഹാബികൾക്ക് മുന്നിൽ ഒരു നേർരേഖ വരച്ച് കാണിച്ചു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആ പാഠത്തിൽ അല്ലേ. സഹാബി അമ്പിയാക്കളെക്കാൾ മഹോന്നതരാണ് മുർസലുകൾ. മുർസലുകൾ അല്ലെ. മുർസലുകൾ ചെറിയൊരു സംശയം അല്ലെ ചിലർക്കൊരു. ഔലിയാക്കളെക്കാട്ടിലും മഹോന്നതരാണെന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പിയാക്കൾ പെട്ടെന്ന് കിട്ടും അല്ലെ. മുർസലുകൾ ചിലർക്ക് രക്കാച്ചക്ക് വന്നു. ആരാണ് പഞ്ഞത്? കുടുംബത്തിന്റെ തുടക്കം വിവാഹം. 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഇരുലോക നന്മ അവന് നൽകപ്പെട്ടു. അതിൽ ഒന്നാണ് നന്ദിയുള്ള കൽബ്. നന്ദിയുള്ള കൽബ് അല്ലേ. നന്ദിയുള്ള ഹൃദയമായിരിക്കണം. മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിന്റെ പ്രതിഫലം 10,000 കോടി. അപ്പോ മസ്ജിദ് നബവിയിൽ നിസ്കരിച്ചാലോ 10 ലക്ഷം. മസ്ജിദ് നിസ്കരിച്ചാലോ 1,000. അടുത്ത കണ്ടെത്താം. മേറാജ് രാവ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? റജബ് 27. ഒരാൾ പറഞ്ഞു 25, ഒരാൾ പറഞ്ഞു 28, ലാസ്റ്റ് ഒരാൾ 27. 28. 27 അതൊന്നും ഒരിക്കലും മാറാൻ പാടില്ല. അതൊക്കെ നമ്മള് കാലാകാലങ്ങളായി നമ്മള് കൊണ്ടാടപ്പെടുന്ന നമ്മളെ സുന്നത്താണ് അല്ലേ. അതൊക്കെ വീട്ടിലാരും കേൾക്കുന്നുണ്ടെങ്കിൽ ഓരോട് അടി കിട്ടും ഉപയോഗിക്കും കൂടെ. മീറാജ് റജബ് 28, 26 എന്നൊക്കെ പറഞ്ഞാല് റജബ് 27 അല്ലേ. ചൊവ്വാഴ്ച നോമ്പ്, തിങ്കളാഴ്ച രാവ്, അതായത് തിങ്കള് കഴിയണ അത് രാവ് അല്ലേ. അപ്പൊ അത്രയും അടുത്താണ് നമ്മള്. എന്നിട്ട് തെറ്റാൻ പാടില്ല. വളരെ സുന്നത്ത് നോമ്പൊക്കെ ഉള്ളതാണ്. 2 താസു ദിവസം എന്ന് പറഞ്ഞ എന്താ? അപ്പൊ മുഹറം 10 എന്താ പറയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി വെച്ച് പോയ 2 കാര്യം ഉണ്ടല്ലോ, എന്താ? അള്ളാഹുവിന്റെ കിതാബും നബിചര്യയും. നമ്മള് വായിച്ചു അല്ലേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തും സിറാത്തുൽ മുസ്തഖീമും പുതിയ തലമുറക്ക് കേരളത്തിൽ കാണിച്ചു കൊടുത്ത സംഘടന ഏത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നിത്യവും ദുആ ചെയ്യൽ വാജിബാണ്. ഏത് ദുആ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇനി ആര് പറഞ്ഞു എന്നാണ്? മൻ വസലക്കി വസൽതു വമൻ ഖതഅക്കി ഖതഅതു. അല്ലാഹു. ഇതാര് പറഞ്ഞു? അല്ലാഹു പറഞ്ഞു. അല്ലാഹു തആല റഹീമിനോട് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? നിന്നെ ചേർത്തവനെ ഞാൻ ചേർക്കും, നിന്നെ മുറിച്ചവനെ ഞാൻ മുറിക്കും. മുറിച്ചവനെ ഞാൻ മുറിക്കും. അയൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കാനും അവർക്ക് ഗുണം ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? ഇതാര് പറഞ്ഞതാ? ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്. അവിടുന്ന് എന്റെ മേൽ ഏറ്റവും ഭയപ്പെടുന്ന വസ്തു എന്താകുന്നു? ഇങ്ങനെ ആരാ പറഞ്ഞേ? അതെ, എന്താ ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല. സുഫിയാൻ ഇബ്നു എന്താണ്? ഒരാൾ മാത്രം പറയുന്നുള്ളൂ. അന്നൊരു ഉറപ്പില്ലല്ലോ. എന്താണ് ആൻസർ? എന്താണ്? അന്നെയാണോ? മറ്റുള്ളവരൊന്നും പറയില്ലല്ലോ. ഏതാണ് ആ സന്ദർഭം? ഇങ്ങനെ ഒരു സന്ദർഭം എന്താണത്? ഏത് പാഠത്തിലാ? ആ ആരും കണ്ടെത്തിയില്ല. അബ്ദുല്ലാഹ്. അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞ വാക്ക് സമുദ്രവെള്ളത്തിൽ കലർത്തിയാൽ ആ വെള്ളം പകർച്ചയാകും. ഇതാര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അടുത്തത് ഉത്തരം എഴുതാം. ഇസ്തിഗ്ഫാർ കൊണ്ട് നേടാം എന്ത്? വിജയം. മുഅ്മിനിന്റെ ആയുധമാണ് ഏത്? ദുആ. ഉറങ്ങൽ ഉചിതമല്ലാത്ത സമയം ഏതെല്ലാം? ഇശാഇന് മുമ്പും ഉറങ്ങലും ശേഷം ഫജ്ർ വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയോ അസറിന് ശേഷവും ഉറങ്ങരുത്. അത് കൽബിനെ കഠിനമാക്കും. ഏതാണ്? ദിക്റല്ലാത്ത സംസാരം കൽബിനെ കഠിനമാക്കും. ദുആ എന്നാൽ എന്ത്? ദുആ എന്നാൽ എന്ത്?
തന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സർവശക്തനായ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് ദുആ. കുടുംബബന്ധം ചേർക്കുന്ന 2 ഗുണങ്ങൾ എന്തെല്ലാം? ഒന്ന്, കുടുംബം ചേർത്തതിന്റെ പ്രതിഫലവും കുടുംബബന്ധം ചേർത്ത പ്രതിഫലവും സദഖയുടെ പ്രതിഫലവും. അത് സ്വതക്ക് കൊടുക്കണ കുടുംബങ്ങൾക്ക് തന്നെയാണെങ്കിലുള്ള കാര്യം അതല്ല. കുടുംബബന്ധം ചേർത്ത പ്രതിഫലം അതല്ല, കുടുംബബന്ധം ചേർത്ത ഒരു 3 കാര്യങ്ങളുണ്ടല്ലോ, അതാ ചോദിച്ചത്. കുടുംബബന്ധം ചേർക്കുന്നവന് കിട്ടുന്ന 3 ഗുണങ്ങളുണ്ട്. അതിൽ 2 ഗുണമാണ് ഇവിടെ ചോദിച്ചത്. ആയുസ് ദീർഘിക്കോ, റിസ്ക് വിശാലമാകോ, ഭക്ഷണത്തിൽ വിശാലത, ഭക്ഷണത്തിൽ വിശാലത, ദീർഘായുസ്. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലത്തിന്റെ പേര്. അടുത്തത് സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? ഉറക്കം ഓർമ്മപ്പെടുത്തും എന്തിനെ? ഉറക്കം ഓർമ്മപ്പെടുത്തും. നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകും എപ്പോൾ? അല്ലാഹു നമ്മെ കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റമാകുന്നത്. അടുത്ത് വ്യക്തമാക്കാം. ബറാഅത്ത് രാവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഷാബാൻ 15 അല്ലേ? ലൈലത്തുൽ ഖദറിന്റെ പുണ്യം 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദർ. പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദർ. ഏറ്റവും പുണ്യമുള്ള പള്ളി മസ്ജിദുൽ ഹറാം. 4 മദ്ഹബുകളുടെ പേര്. ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി. ഒരു നിസ്കാരത്തിന് 1000 നിസ്കാരങ്ങൾ പ്രതിഫലം ലഭിക്കുന്ന പള്ളി. മസ്ജിദുൽ അഖ്സ. അടുത്ത സാരമീതാം അർത്ഥം. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. കുടുംബബന്ധം പ്രവേശിക്കുകയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഉദൂനി അസ്തജിബ് ലക്കും. അതിന്റെ അർത്ഥം നിങ്ങൾ ചോദിക്കൂ, എന്നാൽ ഞാൻ നിങ്ങളിലേക്ക് ഉത്തരം നൽകും എന്ന് അല്ലാഹു പറഞ്ഞു. നിങ്ങൾ എന്നിലേക്ക് ചോദിക്കൂ, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. തുക്സിർനൽ ലഅന വ തക്ഫുർനൽ അശീറ. അതിന്റെ അർത്ഥം വിഷയം ഫിഖ്. തുക്സിർനൽ ലഅന വ തക്ഫുർനൽ അശീറ. അതിന്റെ അർത്ഥം ഫിഖ് എടുക്ക്. ഇതിന്റെ അർത്ഥം പറയും. തുക്സിർനൽ ലഅന വ തക്ഫുർനൽ അശീറ. ഇതിന്റെ അർത്ഥം ആർക്കും അറിയില്ലേ? ഷാസിയ ഫസ്റ്റത്തെ പാഠം വായിക്ക്. ഒന്നും പാടും പറയോ? തുക്സിർനൽ ലഅന വ തക്ഫുർനൽ അശീറ. ഷാസിയ വായിച്ചോ?
തുക്സന്ന ലൈന തക്ഫുർന അഷീറ അതിന്റെ അർത്ഥം അറിയില്ല. ഇല്ല. ഇല്ല. നമുക്കില്ലേ? അപ്പൊ ഒന്നാമത് ബുക്കില് കണ്ടുപിടിച്ചിട്ട് എല്ലാവരും ഗ്രൂപ്പിലൊന്ന് പറയും ഇതിന്റെ അർത്ഥം. ഓക്കെ. പിന്നെ ഇതിലധികം ഫസ്റ്റത്തെ പാഠങ്ങളാണ് അധികം ചോദ്യം കുറെ ഒക്കെ ഉണ്ടായത് അല്ലേ? അപ്പൊ ഫസ്റ്റത്തെ പാഠങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകണ്ടെന്ന് അതുകൊണ്ട് നമ്മള് മനസ്സിലാക്കണം. ഇതിന്റെ അർത്ഥം എല്ലാരും ഒന്ന് പറയണ്ടോ ഗ്രൂപ്പില്? നിങ്ങളത് നോക്കി ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പേരും ഇതിലൊന്ന് എഴുതി വിടണം. പിന്നെ അതേപോലെ ഇൻഷാ അല്ലാ ഇന്ന് ചെയ്ത പോലെ നമുക്ക് അഭിപ്രായം ഗ്രൂപ്പിൽ ചോദിച്ചോ, അതിനനുസരിച്ച് ചെയ്യാം. ഇൻഷാ അല്ലാ പാഠം വായിക്കലാണോ നല്ലതെന്നല്ല. അപ്പോൾ ഏതായാലും അല്ലാഹു തആല റാഹത്തായ രീതിയിൽ ഉഷാറായി പഠിക്കാനും വളരെ നല്ല വിജയം നേടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.